ഞാനും മുറിച്ചു കൊടുക്കും, പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് മുറിച്ചു തരും. അങ്ങനെയാണ് ഞാൻ ഇത്. F0 എന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രം എന്റെ സ്വന്തം നാട്ടിലുള്ളത് കൂത്തുപറമ്പിലുള്ളത്. കൂത്തുപറമ്പിനടുത്ത് നീർവേലിക്ക് അടുത്തായിട്ട് അളകാപുരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വെന്നലത്ത് വീട്ടിൽ സ്വാമി ജഗദേഷ് എന്ന് പറയുന്ന മകന്റെ കൂടെ ഞാനുള്ളത്, അതായത് ജിൻഷിൻ അല്ലെ. ഈ ജിൻഷിൻ എന്ന് പറയുന്നത് ഒരു സകലകലാ വല്ലഭനാണ് കേട്ടോ. എന്തൊക്കെ ചെയ്യൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യും. ഏറ്റവും നല്ല ഒരു ഇത്ര ചെറിയ പ്രായത്തിൽ, അതായത് 8ാം ക്ലാസ്സുകാരനാണ്. ഈ 8ാം ക്ലാസ് സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ പത്രങ്ങളിൽ പോലും വന്നിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഇത് മാത്രമല്ല, എന്ത് മേഖലയും, അത് വെൽഡിംഗ് മേഖല ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സിന്റെ ആയിക്കോട്ടെ, വണ്ടികളുടെ മേഖല ആയിക്കോട്ടെ, എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ചെയ്യുന്ന മേഖല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വ്യവസായമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ സ്വന്തം നാട്ടിലുള്ള ഇത്രയും കഴിവുള്ള, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചില്ല, അത് വലിയൊരു തെറ്റായി പോകും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ജിൻഷിനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നന്നായിട്ട് പോകും. ഓക്കെ, ജിൻഷിന് എന്തൊക്കെ ചെയ്യൂ? ഞാൻ ഇപ്പോ മോട്ടറൊക്കെ നന്നാക്കും, പിന്നെ ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ, പിന്നെ വെൽഡിങ്, പ്ലംബിങ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് എന്റെ മെയിൻ. ഒരു 8ാം ക്ലാസ്സുകാരനാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, സൗണ്ട് എഞ്ചിനീയറിംഗിനാണ് പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലേ, ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ. ഓക്കെ, അത് എങ്ങനെയൊക്കെയാ സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ വർക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അത് നമ്മൾ ബോക്സ് ഒക്കെ ഇവിടെ തന്നെ അടിക്കുന്നത്, സൗണ്ടിന്റെ ഒക്കെ ബോക്സ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ അടിച്ച് സെറ്റ് ആക്കുന്നതാണ്, സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ ഒരു 50,000 വാട്ട്സോളം സൗണ്ട് ഉണ്ട്, അതൊക്കെ നമ്മൾ തന്നെ അടിച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ പുറത്തൊക്കെ ഞാനൊരു 10-15,000 വാട്ട്സ് സൗണ്ട് വരെ ഇപ്പോ ഗാനമേളൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ സെറ്റ് ചെയ്യും. വേറെ ആരും വേണ്ട, കൂടെ വേണമെന്നില്ല. എല്ലാ വയറും കറക്റ്റ് ആയിട്ട് കൊടുത്തു. എവിടുന്നും ഇതുവരെ ഒന്നും വഴക്കൊന്നും കേട്ടിട്ടില്ല. ഇല്ല, അങ്ങനൊന്നും ഇതുവരെ ആരും ഇടങ്ങാറാക്കിയിട്ടൊന്നുമില്ല. ഇല്ല. അനുമോദനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് അനുമോദനമൊക്കെ തന്നിട്ടുണ്ട്. അത് തരുമല്ലോ എന്തായാലും. കാരണം ഇത്രയും ചെറിയൊരു പ്രായത്തിലുള്ള ഒരാള് ഈ കാര്യങ്ങളൊക്കെ, സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയുള്ള ഒരു കാര്യമാണ്. അത് ചെറിയ നേരത്തെ ശബ്ദം പോലും അത്രയും ക്ലിയർ ആയിരിക്കണം അല്ലെ. സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖല അങ്ങനെയാണല്ലോ അല്ലെ, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഴിവുള്ള ഒരാളായിരിക്കണം. അത് ഇത്രയും ചെറിയൊരു പ്രായത്തില് സംഭവം തന്നെ. ഇതിന് പിന്നിൽ ആരാണ് ശരിക്കും? ഇതിന്റെ പിന്നില് അച്ഛനാണ്. അച്ഛൻ എന്ന് പറയുമ്പം 2018 B4 ചാനലിന്റെ സകലകലാ വല്ലഭന്റെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അച്ഛനും സകലകലാ വല്ലഭനാണ്, എന്തും ചെയ്യും. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഓരോരോ വർക്ക് ചെയ്യുമ്പോ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോ ഏലാക്കി കൊണ്ടുവന്നാണ് എന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് അച്ഛന്റെ കൂടെ തന്നെ ഓരോന്ന് പഠിച്ചു. ഓക്കെ, സാധാരണ കുട്ടികളൊക്കെ കളിക്കാൻ ഇതിനൊക്കെ പോകുന്ന സമയത്ത് മോൻ അച്ഛന്റെ കൂടെ ഇരുന്നിട്ട് ഇതൊക്കെ പഠിച്ചെടുക്കുകയാണല്ലേ. ഇവിടെ കാണുന്ന ടൂൾസ് ഇത് കുറച്ചൊന്നും അല്ലല്ലേ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതും കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരു വീട്ടില് നിങ്ങളൊരു പണിശാലല്ലോ, ഒരു വീട്ടിലാണ് നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പെയിന്റ് അടിക്കുന്ന കംപ്രസറാണ്. ഇതിനെ കൊണ്ട് നമ്മള് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, വണ്ടിയുടെ ടയറിനൊക്കെ കാറ്റടിക്കാൻ. പിന്നെ വെൽഡിംഗ് മെഷീൻ ഉണ്ട്, കമ്പിയൊക്കെ മുറിക്കുന്ന കട്ടർ ഉണ്ട്, ആണി അടിക്കുന്ന മെഷീൻ പിന്നെ ചെയിൻസോ നമ്മള് ഇതിന്റെ സെറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇതിന്റെ സാൻഡറിന്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാ. നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തു? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാ. പിന്നെ ഇത് കാറിനൊക്കെ പോളിഷ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഡ്രില്ല്, പിന്നെ ഡ്രിമ്മർ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അടുത്തത് നമ്മള് ഹീറ്റർ ഉണ്ട്, ടൈറ്റർ, അതുപോലെ തന്നെ ത്രെഡ് അടിക്കുന്ന മെഷീന്, ഗിൽറ്റി ഡ്രില്ല്, ടൈറ്റർ, പിന്നെ സോക്കറ്റ് സെറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇത് എല്ലാ തരത്തിലുള്ള പശകളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സാൻഡറിന്റെ കുറച്ച് സാധനങ്ങള്, ഡ്രിമ്മർ, മുടി മുറിക്കുന്ന ഡ്രിമ്മർ. ഞാൻ അച്ഛന് ഞാനും മുറിച്ചു കൊടുക്കും, പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് മുറിച്ചു തരും. അങ്ങനെയാണ്. ഞാൻ ഇതുവരെ ബാർബർ ഷോപ്പിൽ പോയിട്ടില്ല. മുടി മുറിക്കുന്ന പൈസ പുറത്തു കൊടുക്കൂല, ഇത് നിങ്ങൾ ഇവിടെ തന്നെ ഇതാക്കിയാണ് സേവ് ചെയ്യല്ലേ. അതുപോലെ തന്നെ ഇത് റൂട്ടറിന്റെ ബിറ്റുകളാണ്. ഇത് നേരത്തെ കാണിച്ച ഒരു പോളിഷറിന്റെ ബിറ്റാണ്. പിന്നെ നേരത്തെ ആണിയാണ് ഇതൊക്കെ. പിന്നെ സാൻഡറിന്റെ കുറെ ബ്ലേഡുകൾ, എല്ലാ തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവറും ടെസ്റ്ററൊക്കെയാണ് ഇത്. പിന്നെ എല്ലാ തരത്തിലുള്ള പിന്ന് കാര്യങ്ങള്, പിന്നെ പെയിന്റ് ഐറ്റംസ്, പെയിന്റിങ്ങിന്റെ ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രില്ലിന്റെ ബിറ്റുകള്, പിന്നെ കട്ടർ കാര്യങ്ങളൊക്കെ, സ്പാൻഡർ സെറ്റ്, പിന്നെ ഉളി കാര്യങ്ങള്, മുട്ടി, അങ്ങനത്തെ ആശാരിപ്പണികൾ. ഇതൊന്നും കൂടാതെ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ മെഷീൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, ഒരു ടേബിൾ പോലെ, ഒരു കമ്പനിയിലുള്ളത് പോലെ അല്ലേ? അതെന്തൊക്കെയാണ്? അതിനെ കുറിച്ചൊന്ന് പറയൂ.
അത് നമ്മള് മരൊക്കെ വലിയ മരമാണല്ലോ, അപ്പൊ അതൊക്കെ എളുപ്പത്തിന് വേണ്ടിട്ട് ഒന്ന് തന്നെ അല്ല സെറ്റപ്പ് ആക്കിയാണ്, സൗകര്യത്തിന് വേണ്ടിട്ട്. ഇത് ഒരു നിങ്ങൾ തന്നെ വെൽഡ് ചെയ്തെടുത്ത് നമ്മളൊരു സ്റ്റാൻഡ് അടിച്ചു വെച്ചാ. നമ്മള് സാധാരണ കൈ കൊണ്ട് മുറിക്കുന്ന ഒരു കട്ടർ എടുത്തിട്ട് നമ്മള് ഇവിടെ വെച്ചേക്കാണ്. അത് സാധാരണ നമ്മള് കൈ കൊണ്ട് കട്ട് ചെയ്യുന്ന കട്ടറാണ്. ആ കട്ടർ അവിടെ ഫിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മള് ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ട്. നമുക്ക് ഒരു അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൈ കൊണ്ട് മുറിക്കുന്ന പോലെ അളവ് മാറി പോവില്ല. ഒറ്റ അളവിൽ നമുക്ക് എത്ര വേണേലും മുറിക്കാം. ആ സ്റ്റോപ്പറും കൂടി ഉള്ളത് കൊണ്ട് മരം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കറക്റ്റ് ആയിട്ട്. ആ മരം പോകുന്നതിനനുസരിച്ച് അത് കട്ടായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡിസൈൻ ഒക്കെ അടിക്കേണ്ട റൂട്ടർ വെച്ചിട്ടുണ്ട്. അത് നമ്മള് ഈ റൂട്ടർ ഡിസൈൻ ചെയ്തെടുക്കാം, മരത്തിന് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ടാണ് റൂട്ടർ വരുന്നത് അല്ലേ? അപ്പൊ അത് നമ്മള് ഒരു താവം പൊന്തൊക്കെ ചെയ്യണം. അപ്പൊ നമ്മളൊരു അടിയിലൊരു കാറിന്റെ ജാക്കി വെച്ചിട്ട് നമ്മളത് പൊന്തിക്കാനും താത്താനുള്ള ഒരു സെറ്റപ്പ് ആക്കി വെച്ചു. ഇതൊരു ജാക്കി ഇതിന്റെ കൂടെ താഴെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് തിരികുമ്പോ നമ്മള് മേലെയും താവം പൊന്തൊക്കെ ചെയ്യും. ആ റൂട്ടർ ആ ഭാഗം പൊങ്ങുന്നുണ്ട് ഇപ്പൊ. യെസ്, താഴോട്ടേക്ക് പോകുന്നുണ്ട്. ജാക്കി എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ആഹാ. പിന്നെ നമ്മള് ഒരു പ്ലെയിനർ ഉണ്ടാക്കിയാണ്, ഹാൻഡ് പ്ലെയിനർ ആണ് ഉണ്ടാക്കിയാണ്. ഹാൻഡ് പ്ലെയിനർ നമ്മളൊരു സാധനം ഉണ്ടാക്കി അതിന്റെ അകത്തേക്ക് വെച്ചു. അതും കൈയോട് ചെയ്യുന്ന പ്ലെയിനർ ആണ്. അതിന്റെ താഴെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഇത് നമുക്ക് മരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അത് മരം നമ്മൾ വെച്ച് കൊടുത്താൽ മതി. നമ്മള് ലെവലായിട്ടിങ് വരും. അപ്പൊ ഇതെന്തിനാ അതിന്റെ മുകളിൽ എന്തൊരു ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മൾ വെച്ചതാണ്. ഇത് നമ്മള് മരം ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ കൈ ഉള്ളിൽ തട്ടാതിരിക്കാനുള്ള സെറ്റപ്പ്. ഇത് നമ്മള് മരം ഇങ്ങനെ വരുമ്പോ അതിന് കണക്കായിട്ട് തന്നെ താങ്ങ് പോകും. അല്ലാണ്ട് നമ്മളെ കൈയൊന്നും കുത്താനുള്ള ഒരു സാധ്യത ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. നിങ്ങൾ മൊത്തം സേഫ്റ്റിയും കൂടി അതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഇതിന്റെ ഒക്കെ പുറകിൽ ശരിക്കും അച്ഛന്റെ കൈകളാണല്ലേ? അച്ഛന്റെ തലയിൽ വിരിഞ്ഞ പല കാര്യങ്ങളും. വേറെ അടുത്തത് നമ്മള് ഒരു ഡ്രില്ലിന്റെ സ്റ്റാൻഡാണ്. ഇത് നമ്മള് കൈ കൊണ്ട് ഊക്ക് കൊടുക്കുമ്പോ നമുക്ക് കൂടുതൽ ഊക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രഷർ കൊടുക്കുക. അപ്പൊ മാത്രല്ല അത് ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് കട്ടായി പോവുകയും ചെയ്യും, ബ്ലേഡ് കട്ടാവും. അതിനുവേണ്ടി നമ്മള് ഒരു സ്റ്റാൻഡ് അടിച്ച് ഇതിനകത്ത് വെച്ചാണ് നമുക്ക് ആ സ്റ്റാൻഡിന്റെ മുകളിൽ ആ ഡ്രിൽ മെഷീൻ ഫിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കറക്റ്റ് തുളയുകയും ചെയ്യും, അതുപോലെ തന്നെ പൊട്ടൊന്നുമില്ല. ഇത് നമുക്ക് അധികം പ്രഷറും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കറക്റ്റ് സ്പോട്ടിൽ തന്നെ നമുക്ക് ഡ്രിൽ ചെയ്ത് എടുക്കാനും പറ്റും. ഇത് മൊത്തത്തിലൊരു പരിപാടി നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് ഒരു ടൂൾസ് വാങ്ങിച്ചു വെക്കലും മാത്രമല്ല, ആ ഓരോ ടൂൾസും സിമ്പിൾ ആക്കാൻ പറ്റുന്ന രീതിയിലും അത് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോന്നും അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അതേപോലെ മോനെ ഈ സ്പീക്കർ ഉണ്ടല്ലോ, നമ്മുടെ സ്പീക്കറിന്റെ നമ്മൾ വെക്കുന്ന ബോക്സ്, ആ ബോക്സ് ഒക്കെ ഒറ്റക്ക് മോൻ ചെയ്തെടുക്കും അല്ലേ? അതിലെന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സ്പീക്കർ ബോക്സ് ചെയ്യുന്നതിൽ നമ്മൾ ഒന്നാമത് നോക്കേണ്ടത് അതിന്റെ ഉള്ളിലുള്ള അറകളാണ്. നമ്മളൊരു ഹൈ മിഡ് ലോ എന്ന് പറഞ്ഞിട്ട് 3 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ശബ്ദത്തെ. അപ്പോ ഈ 3 എണ്ണത്തിന് വേറെ വേറെ അറകളാണ്. ഇപ്പോ ബേസ് നമ്മളെ ലോ എന്ന് പറഞ്ഞ ബേസ് ആണ്. ഈ ഒരു സാധനത്തിന് കുറച്ചുകൂടി കുടുങ്ങിയിട്ട് വരുന്ന ശബ്ദമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അറകൾ ഉണ്ടാക്കണം. ഈ അറകളുടെ അളവിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ സൗണ്ടിന് മാറ്റം വരും. വേസ്റ്റ് ആയി പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് അതിന്റെ ഉള്ളിലുള്ള അറയെ പോലും ശ്രദ്ധിക്കണം. ഈ ബോക്സിന്റെ ഉള്ളിൽ ഓരോ അറകൾ ഉണ്ടല്ലേ? ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. നമ്മൾ പുറമേ ഉള്ള ഒരു ബോക്സിൽ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ അറകളുണ്ട്, അതൊക്കെ മോൻ തന്നെ ഒറ്റക്ക് സെറ്റ് ചെയ്യും. മോൻക്ക് തന്നെ അറിയാം അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ അറിയാം, അറകൾ എങ്ങനെ വരണമൊക്കെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് അറകളൊക്കെ അളവൊക്കെ തെറ്റിയാലും വർക്ക് ചെയ്യും, പക്ഷെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റിന് വ്യത്യാസം വരും. അതിപ്പോ മിഡ് വർക്ക് ചെയ്യണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി അറകളൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള വർക്കിംഗ് അത് കാണിക്കൂല, പെർഫെക്ഷൻ കുറയും. അതേപോലെ മോനിപ്പോ സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഒരു സൗണ്ട് എഞ്ചിനീയർ? അതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഏരിയയുടെ അനുസരിച്ച് സൗണ്ട് ഇടൽ എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു 10,000 വാട്ട്സ് സൗണ്ട് ഇടണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലൊരു 5,000 വാട്ട്സ് സബും അതുപോലെ തന്നെ ഒരു 2,500 വാട്ട്സ് മിഡും 2,500 വാട്ട്സ് ഹൈയും ഇട്ടാലാണ് അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കിട്ടുക. എന്നാൽ വാട്ട്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഒരു പെട്ടിൻ്റെ പെർഫോമൻസും കൂടി നോക്കണം. നമ്മളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെന്താണെന്ന് വെച്ചാൽ എത്ര വലിയ സൗണ്ട് ഉണ്ടായിട്ടും അതിൻ്റെ ഓപ്പറേറ്ററുടെ കയ്യിലാണ് എല്ലാ സംഭവങ്ങളും നിൽക്കുന്നത്. ഇതിപ്പോ ഓപ്പറേറ്റർ ശരിയല്ലെങ്കിൽ സൗണ്ടിന്റെ പേര് മൊത്തം പോവുമല്ലോ, മൊത്തം പോകും. അതായത് ഓപ്പറേറ്റർ സൗണ്ട് എഞ്ചിനീയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിന്റെ പുറകെ ശ്രദ്ധിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും അതിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്? വേറെ ശ്രദ്ധിക്കേണ്ടത് കാറ്റ്. ഒന്നാമത് കാറ്റാണ്. ഈ കടൽക്കരക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കാറ്റിന് എതിരായിട്ട് ഇടുന്നുണ്ടെങ്കിൽ സൗണ്ടും കൊണ്ട് കാറ്റങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മള് കാറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് നമ്മൾ സൗണ്ട് ഇടുക.
അന്നേരം കാറ്റിനനുസരിച്ച് അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശ്രദ്ധിക്കണല്ലോ. സൗണ്ട് കൊണ്ടുപോയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരാ. അപ്പൊ അതിന്റെ ഈ കാറ്റ് ഇതിന്റെ പ്രകൃതിനെയും കൂടി നമ്മളൊന്ന് നോക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടേ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചു വെച്ച മോനെ സമ്മതിച്ചു കേട്ടോ. ഞാനിപ്പോ ഒരു 8ാം ക്ലാസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് നമുക്കറിയാം എത്ര വയസ്സുണ്ട് എന്നുള്ളത്. ഇത്രയും ഈ ഒരു ചെറിയൊരു പ്രായത്തില് ഈ ഒരു സൗണ്ട് എഞ്ചിനീയർ ഇത്രയും വർക്കുകൾ മാത്രമല്ല, ഈ ഒരു സൗണ്ട് എഞ്ചിനീയറിങ്ങിന്റെ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ട് അതിന് തന്നെയായിരിക്കുമല്ലോ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് അനുമോദനമൊക്കെ തന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ജിൻഷിന്റെ പുറകിലുള്ള ശക്തി എന്ന് പറയുന്നത് ജിൻഷിന്റെ അച്ഛൻ തന്നെയാണ്, സ്വാമി ജഗദീഷ്. ശരിക്കും മോൻ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ മോൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ചെറിയൊരു കാര്യമല്ല, അത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. മോൻ മാത്രമല്ല അച്ഛനും ശരി സകലകലാ വല്ലഭനാണെന്നുള്ളതും അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങള്? ഞാൻ ചെയ്യാത്ത വർക്കുകളില്ല. എന്ത് സംഭവം കിട്ടിയാലും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും, ചിന്തിക്കും, എങ്ങനെയെങ്കിലും അത് കണ്ടെത്തി അതിന് വേണ്ടുന്നത് ഞാൻ ചെയ്യും. അതെന്ത് വർക്കുകളായാലും ശരി. പിന്നെ ചെയ്യാത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വയലിൻ വായിക്കും, തബല വായിക്കും, ഫ്ലൂട്ട് വായിക്കും, സൗണ്ട് എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, ആശാരിപ്പണി, കൊത്തുപണി, വെൽഡിങ്, ചിത്രം വരക്കും, പ്ലംബിങ്, DJ പരിപാടി, സൗണ്ട് എഞ്ചിനീയറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ തീർക്കാനുള്ള സംഭവങ്ങൾ, കൗൺസിലിംഗ് ക്ലാസ്, ഇതൊക്കെയുണ്ട്. ഇത് പറഞ്ഞു പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയി. ഇതിന്റെ പുറകിലുള്ള പ്രയാസം പഠിച്ചെടുക്കാനുള്ള പണി എത്രയുണ്ട്? അല്ല, ഇതിൽ പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ എന്റെ ചിന്ത എന്താന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മാത്രം തന്ന കഴിവാ ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ എന്ത് ഉണ്ടാക്കാൻ പറ്റും, എന്തും ആക്കാൻ പറ്റും, എല്ലാം കണ്ടെത്താൻ പറ്റും. ഇവിടെ ഉണ്ടായതെല്ലാം മനുഷ്യന്മാർ കണ്ടെത്തിയത് തന്നെയല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കിട്ടി അതിനെപ്പറ്റി ആലോചിക്കും, പുലരുന്നവരെ ചിന്തിക്കും. അപ്പോൾ അതെൻ്റെ കയ്യിൽ എത്തുന്നത് വരെ ഞാൻ അതിൻ്റെ പിറകിലായിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഇവിടെ നിങ്ങൾ എത്താൻ തന്നെ കാരണം ഇതാണ് എൻ്റെ. അല്ല, ഇത് മോനെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മകനെ എന്താ പറഞ്ഞാൽ ചെറുപ്പത്തിലേ നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത്, എൻ്റെ ചെറുപ്പത്തിൽ മകൻ്റെ ചെറുപ്പത്തിൽ ഇത് ചെയ്യുന്ന സമയത്ത് മകനെപ്പോൾ നമ്മൾ അരിയത്തൊക്കെ വന്നിരിക്കും. അപ്പോൾ ഇരിക്കുമ്പോൾ സമയം ഞാൻ എന്താ പറഞ്ഞാൽ അത് എടുത്തിട്ട് അങ്ങ് ആക്കാൻ വേണ്ടി ഇത് ആക്കാൻ പറയും. അങ്ങനെ പിന്നെ അവനെ ഇൻട്രസ്റ്റ് ആയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും ഒരു മൊബൈലും ഗെയിമും കാര്യങ്ങളായി പിള്ളേരിങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നതിന് നല്ലത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അതെന്തായാലും മകന് വളരെ ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ കണ്ടു. അത് ചെറിയൊരു വർക്കല്ല മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ വീടിന്റെ വർക്കുകൾ ഒരുവിധമൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തു. ഒരുവിധം എനിക്ക് തോന്നുന്നത് ഫുള്ള് ഇവിടെ കാണുന്ന ഡിസൈൻ വർക്ക് മുഴുവനും ഫർണിച്ചർ, അതുപോലെ തന്നെ പോളിഷ്, പിന്നെ സിമെന്റിൽ കാണുന്ന ഡിസൈൻ വർക്ക് എല്ലാം ഇവിടെ കാണുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ എൻ്റെ വർക്കുകൾ തന്നെയാണ്. ഞാനും എൻ്റെ മോനും എല്ലാം ഭാര്യ അടക്കം കൂടി ചെയ്യുന്ന പുറത്ത് എന്ന് പറഞ്ഞാൽ പുറത്ത് വലിയ വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ കൊടുക്കും. കാരണം ഇപ്പോൾ ഒരു തേപ്പ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് എന്ന് വെച്ചാൽ തേപ്പ് എന്നെ കൊണ്ട് കഴിയുമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അതിന് ഒറ്റയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസായിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എല്ലാ പരിപാടിയും. ഫാമിലി ഈ ഭാര്യ, 2 മക്കള്, ഒരു മോളും ഒരു മോനും. നിങ്ങൾ 4 പേര് ഒരു കുടുംബം. എത്രയാണ് ജിൻഷിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്? എങ്ങനെയുണ്ട് കാഴ്ച? ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെ. കാരണം ഞാൻ സ്വന്തമായിട്ടൊരു സ്വിച്ചിനുള്ള കണക്ഷൻ കൊടുക്കണമെങ്കിൽ പോലും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം അല്ലെ കംപ്ലീറ്റ് പാളിപ്പോവും, മൊത്തത്തിൽ കത്തിപ്പോവും അല്ലെ. അത് ആ ഒരു സമയത്ത് പോലും ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ വെൽഡിങ്ങും ഒരു കാർപ്പൻറ്ററി ചെയ്യേണ്ട വർക്കുകളും സൗണ്ട് എഞ്ചിനീയർ വർക്കുകളും അങ്ങനെ എല്ലാം സകലകലാ വല്ലഭൻ അതാണല്ലോ പറയുന്നത്. അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് അച്ഛനും കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അതും വലിയൊരു കാര്യം തന്നെയാണ്. ഈ ചെറിയ പ്രായത്തിൽ നമ്മളെ മക്കളൊക്കെ നമുക്ക് അറിയാം അല്ലെ, മൊബൈലിന്റെ പുറകിൽ മൊബൈൽ ഗെയിമിന്റെ ഒക്കെ പുറകിലാണുള്ളത്. അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മോനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ച് എന്നുള്ളൊരു കാര്യം. ജിൻഷിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും വരുന്നുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ 100ഓളം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ജിൻഷിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. യൂട്യൂബ് ചാനലിന്റെ പേര് ജിൻഷിൻ ജഗദേഷ്. ജിൻഷിൻ ജഗദേഷ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിൻഷിന്റെ വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.